ബിഗ് ബോസ് താരങ്ങളെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് ദിയാസന. ഇപ്പോൾ വ്യക്തിപരമായി ഒരു തരത്തിലും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ജിൻഡോ എന്നാണ് ദിയാസന പറയുന്നത്. ജിൻഡോയ്ക്കെതിരെ താൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിലേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജിൻഡോയുടെ ആർമികളെ ഭയന്നിട്ടല്ല, ചില നിഷ്കളങ്കതകൾ താൻ അതിൽ കാണുന്നുണ്ട് എന്നും അയാളുടെ കുരുത്തക്കേടായി അയാളുടെ ആക്ടിനെ എടുക്കാമെന്ന ലെവലിലാണ് താൻ എടുക്കുന്നതെന്നും, പക്ഷേ തനിക്ക് ഹാൻഡ് ഷേക്ക് കൊടുത്തപ്പോൾ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും താൻ അത് എഴുതുകയും ചെയ്തിരുന്നുവെന്നും ദിയാസന പറയുന്നുണ്ട്. മറ്റ് പെൺകുട്ടികളോടുള്ള ജിൻഡോയുടെ സമീപനത്തെക്കുറിച്ച് പലരും പറഞ്ഞത് വെച്ച് താൻ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ജിൻഡോയെ വ്യക്തിപരമായി തനിക്ക് ഇഷ്ടമല്ലെന്നാണ് ദിയാസന പറയുന്നത്. ടിക്കറ്റ് ഫിനാലയിലെ 2 ടാസ്കുകൾ ഒഴിച്ചു നിർത്തിയാൽ ജിൻഡോയുടെ പ്രകടനം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ജിൻഡോയുടെ ആളുകൾ പറയുന്നത് ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല എന്നതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് മേക്ക് ചെയ്യുന്നവരെ കാണിച്ചതുകൊണ്ടേ അവർക്ക് കാര്യമുള്ളൂ എന്നതാണ്. അവർക്ക് TRP അതാണ്, അതില്ലെങ്കിൽ എടുക്കില്ലെന്നാണ് ദിയാസന പറയുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദിയാസന മനസ്സ് തുറന്നിരിക്കുന്നത്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ജാസ്മിനാണ്. 1ാം സ്ഥാനത്ത് ജാസ്മിനെ കാണുന്നു. 2ാമത് ജിൻഡോ. അർജുൻ നന്നായി പെർഫോം ചെയ്ത് കയറി വരുന്നുണ്ട്, പിന്തുണയും കൂടുന്നുണ്ട്. ആൾമാറാട്ടം ടാസ്ക് ഒരു ദിവസം മുഴുവൻ എന്റർടൈൻമെന്റ് ആയി കൊണ്ടുപോകാൻ അർജുന് സാധിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള അർജുന്റെ യാത്രയിലെ ഹൈലൈറ്റ് അതായിരുന്നു. 100 ദിവസത്തത് ഒരുമിച്ച് കൊടുത്തതുപോലെയായിരുന്നു അർജുന്റെ പ്രകടനമെന്നാണ് ദിയാസന പറയുന്നത്. ടിക്കറ്റ് ഫിനാലെ കിട്ടിയെങ്കിലും അഭിഷേകിന് പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നാണ് ദിയാസന പറയുന്നത്. ആദ്യം കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള പ്രസ്താവനയുമായാണ് വന്നത്. ഇപ്പോൾ അതൊന്നുമില്ല. കൊടുക്കുന്ന ഗെയിമുകൾ അറ്റൻഡ് ചെയ്യുക എന്നതാണ് അഭിഷേകിന്റെ രീതിയെന്നാണ് ദിയാസന ചൂണ്ടിക്കാണിക്കുന്നത്. അഭിഷേകുമായി പൊളിറ്റിക്കലായ ആശയ ഭിന്നതയുണ്ടെന്നും ദിയാസന വ്യക്തമാക്കുന്നുണ്ട്. പുറത്ത് മെനിനിസ്റ്റ് സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അഭിഷേക്. രാഷ്ട്രീയ ബോധമുള്ള ആളായി അഭിഷേകിനെ കാണാൻ സാധിച്ചിട്ടില്ല. പുറത്ത് അയാൾ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചതായി ആരോപണം കേട്ടിരുന്നു. LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിക്കുന്നയാളെ തനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, അതുകൊണ്ട് താൻ എടുക്കുന്നില്ലെന്നാണ് ദിയാസന പറയുന്നത്. അതേസമയം മുൻ ബിഗ് ബോസ് താരവും സാമൂഹ്യ പ്രവർത്തകയുമാണ് ദിയാസന. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ദിയാസന പ്രതികരിക്കാറുണ്ട്. ഇതിന്റെ പേരിൽ വിവാദങ്ങളിലും വാർത്തകളിലും ദിയാസന ഇടം നേടാറുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാകും 6ാം സീസണിലെ വിജയം എന്നറിയാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വാശിയേറിയ മത്സരമാണ് അവസാന ഘട്ടത്തിലും ഹൗസിൽ നടക്കുന്നത്. ആരാകും കപ്പ് ഉയർത്തുക എന്നത് സംബന്ധിച്ച് യാതൊരു സൂചനകളും ലഭ്യമല്ല. മുൻ സീസണുകളിലെ അപേക്ഷിച്ച് ഇത്തവണ വിജയെ പ്രവചിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിരുന്നാലും ജിൻഡോ, ജാസ്മിൻ എന്നിവരുടെ പേരുകളാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.